അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഇത് തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുവേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് വലിയ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഞാനൊന്ന് ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ വരഞ്ഞെടുക്കുന്നില്ല, എന്ന് വെച്ചാൽ ഞാൻ ഇത് കുക്കറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വരഞ്ഞെടുക്കുന്നില്ല. ഇതുപോലെ 2 സൈഡും സ്ക്യൂർ വെച്ചിട്ട് നന്നായി കുത്തി കൊടുക്കുക. എന്നാലും മസാല നന്നായി ഇതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും മസാല തേച്ച് പിടിപ്പിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം തേച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങളത് മസാല തേച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. അത് ഒരു 1.5 ചിക്കൻ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കന് 1.5 പീസാണ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹാഫും കൂടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായി എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ തേച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടി ചേർക്കുന്നത് കേട്ടോ. കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കളറ് ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കളറ് നമുക്ക് ചേർക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ചേർത്തത്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ മുഴുവനോട് കൂടിയിട്ടുള്ള പെപ്പറും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അറബിക് സ്പൈസ് മിക്സ് ആണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കന് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അറബിക് സ്പൈസ് മിക്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായും താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗരം മസാലയൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായി കൈവച്ച് നന്നായി കുഴച്ചെടുക്കുക. ചിക്കൻ സ്റ്റോക്ക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉപ്പാണ് നമ്മളിതിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാശ്മീരി ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി കളർ ഇടാൻ താല്പര്യമുള്ളവർക്ക് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മൾ ഇത് പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രിയൊക്കെ തന്നെ ഇത് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് അരി സല്ല ബസ്മതി റൈസാണ് അത് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 3 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം വെക്കുക. ഇതിന് കണക്കൊന്നുമില്ല, നമ്മൾ കുറച്ചധികം വെള്ളം വെച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെച്ച് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ അരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 2 കഷ്ണം പട്ട, ഒരു 6 കരയാമ്പൂ, 6 ഏലക്ക, ഒരു ബേ ലീഫ്, ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി, ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് 1/4 വേവാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 വേവാകുന്ന രീതിയിൽ കണ്ടു. അപ്പോൾ ഇതൊരു 1/4 വേവായിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഊറ്റി വേഗം മാറ്റി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകണ്ട. നമ്മളിതൊന്ന് കുക്കറിലിട്ട് ഒരൊറ്റടിയും കൂടി അടിക്കും. അതുകൊണ്ടാണ് ഇത് 1/4 വേവാകുമ്പോൾ ഊറ്റിയെടുക്കുന്നത്. നമ്മൾ ചിക്കൻ വേവിച്ചിട്ടില്ല. ചിക്കൻ അവിടെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അത് ഞാനെടുത്ത് കുറച്ച് നേരത്തെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിൽ 1/2 കപ്പ് ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ നിന്നൊരു 1/4 കപ്പോളം ഞാൻ കുക്കറിൻ്റെ അടിഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പരത്തി ഇങ്ങനെ വെക്കുക. അല്ല മീതയ്ക്ക് വെക്കണ്ട, അത് നമ്മളിങ്ങനെ പരത്തി വെക്കുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഒലിവ് ഓയിലില്ലേ, ഒരു 1/4 കപ്പല്ലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചിക്കൻ്റെ മുകൾ ഭാഗത്തും ആ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ ഓയിലുണ്ട്. പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അരി ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഈ നമ്മൾ ഊറ്റി വെച്ച റൈസില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1/4 വേവായിട്ടുള്ള റൈസ്. ചിക്കനാണെങ്കിൽ വേവിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്കറിലിട്ട് ഒരൊറ്റ വിസിലടിച്ച് വേവിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് മുകളിലായിട്ട് ഈ ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക്
ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒന്ന് ആ ചോറൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ കുക്കറിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അതിലേക്ക് 3 കപ്പ് 250 ml 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കിലോ ചിക്കനും. ഇത് ഈ ഒരളവ് ഈ ഒരു കുക്കറിന് കറക്റ്റാണ്. 3.5 ലിറ്ററിൻ്റെ കുക്കറിൽ കറക്റ്റ് അളവാണ് കേട്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ റൈസും കൂടുതൽ ചിക്കനെ നിങ്ങൾക്ക് കൊള്ളിച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കറക്റ്റാണ് ഈ ഒരു കുക്കറിൻ്റെ അളവ് എന്ന് പറയുന്നത്. എന്നിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനൊരു ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആ ഒരു ഒലിവ് ഓയിലിൻ്റെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരൊറ്റ വിസിലടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ആവി നന്നായി പോയതിന് ശേഷം ഇത് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാലത് കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ എടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ചില കുക്കറിൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച്, എൻ്റെ വേറൊരു കുക്കറുണ്ട്, അതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിസിലടിയില്ല. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഞാനൊന്ന് വിസിൽ നന്നായി ഒന്ന് അടിക്കുന്ന ആ ഒരു നമുക്കറിയാൻ പറ്റുമല്ലോ, ആവി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതിങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊന്ന് പതുക്കൊന്ന് തീ കൂട്ടി കൊടുക്കും. അപ്പോൾ ഒരൊറ്റ വിസിലടിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് വേണം വിസിലടിച്ചെടുക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിലടിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ ചോറ് ഓൾറെഡി 3/4 വേവായിട്ടുള്ളതാണ്. പിന്നെ ചിക്കൻ ഇത് ഈ ഒരൊറ്റ വിസിലടിച്ചാൽ തന്നെ നന്നായി വെന്ത് കിട്ടിക്കോളും. ശരിക്കും ഇതിങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എല്ലുമെന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന രീതിയിൽ തന്നെ ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ വേഗം മാറ്റി വെച്ചു. എന്താ വെച്ചാൽ ഞാൻ ഈ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് തന്നെ അടിയിൽ വേറൊരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ എൻ്റെ കുക്കർ കയറ്റി വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് മാറ്റി വെച്ചു. എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി ചൂട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചൂടിൽ പിന്നെ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാനത് ഇപ്പം തന്നെ മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾ സ്റ്റീൽ കുക്കറൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെറിയൊരു തട്ടടിയിൽ വെച്ചിട്ട് വെക്കുന്നതാവും നല്ലത് കേട്ടോ. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും കരിയില്ല, നല്ലോണം എണ്ണ അടിയിലുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ ചോറ് എടുത്ത് ആദ്യം തന്നെ മുകളിലത്തെ ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ ചോറ് കുറച്ച് ഡ്രൈ ആയിരിക്കുന്നത് കണ്ടാലും നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. ഇത് അടിയിൽ നല്ല എണ്ണ ഉണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് ചോറ് ഇത് കൊട്ടിടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കുറച്ച് ചോറ് നമ്മളിത് ആദ്യം എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് ഇതുപോലെ കൊട്ടി ഇടുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള ചോറ് കൊട്ടിയിടുമ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ചോറിലൊക്കെ ചിക്കനിലൊക്കെ നല്ല എണ്ണ ഉണ്ടാവും. ആ എണ്ണ താഴേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മുകളിലത്തെ ചോറ് ഇത്തിരി ഡ്രൈ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ ആ മസാല തേച്ച് കുറച്ച് നേരത്തെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ഈ മന്തി റൈസ് തയ്യാറാക്കി നോക്കുക. ഇതിന് മുന്നേ ഞാനൊരു മന്തി റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.